കേരള PSCയുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണിത്. വിച്ച് വൺ എമംഗ് അലൂമിനിയം, കോൺസ്റ്റന്റാൻ, മെർക്കുറി, കാർബൺ ഹാവ് ഹയസ്റ്റ് റെസിസ്റ്റിവിറ്റി? Resistivity is the resistance of a material of unit length and unit cross-sectional area. ഒരു മെറ്റീരിയലിൻ്റെ യൂണിറ്റ് ലെങ്തിലും യൂണിറ്റ് ക്രോസ് സെക്ഷണൽ ഏരിയയിലുമുള്ള റെസിസ്റ്റൻസിനെയാണ് എന്തെന്ന് പറയുന്നത്, റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. റെസിസ്റ്റിവിറ്റി റോ ഇസ് ഇക്വൽ ടു RA/L, where R is the resistance, A is the cross sectional area of the material and L is the length of the material. ലോ റെസിസ്റ്റിവിറ്റി ഉള്ള മെറ്റീരിയൽ ഗുഡ് കണ്ടക്ടർ ആയിരിക്കും. അതുപോലെ തന്നെ ഹൈ റെസിസ്റ്റിവിറ്റി ഉള്ള മെറ്റീരിയൽ ഗുഡ് ഇൻസുലേറ്റർ ആയിരിക്കും. സിൽവർ, കോപ്പർ, ഗോൾഡ്, അലൂമിനിയം, അയൺ എന്നിവയാണ് ടോപ്പ് 5 ആയിട്ടുള്ള ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. റബ്ബർ, ഗ്ലാസ്, പ്ലാസ്റ്റിക്, സെറാമിക്, വുഡ് എന്നിവയാണ് ടോപ്പ് 5 ഗുഡ് ഇൻസുലേറ്റേഴ്സ്. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലെ ഓപ്ഷൻസ് എന്തൊക്കെയാ? അലൂമിനിയം നമുക്കറിയാം എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. അപ്പോൾ അലൂമിനിയത്തെ നമുക്കിതിൽ നിന്ന് ഒഴിവാക്കാം. അടുത്തത് കോൺസ്റ്റന്റാൻ എന്ന് പറയുന്നത് കോപ്പറിൻ്റെയും നിക്കലിൻ്റെയും അലോയ് ആണ്. അതിൻ്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് 0.49 × 10⁻⁻6 ഓം മീറ്റർ ആണ്. അതുപോലെ കണ്ടക്ടിവിറ്റി 2 × 10⁻6 സീമൻ പെർ മീറ്റർ ആണ്. നെക്സ്റ്റ് ഓപ്ഷൻ ഈസ് മെർക്കുറി. Mercury has electrical conductivity of 1.04 × 10⁻6 Siemens per meter and resistivity of 9.6 × 10⁻⁻7 ohm meter at 20 degrees Celsius. കാർബണിൻ്റെ റെസിസ്റ്റിവിറ്റി 3.5 × 10⁻⁻5 ഓം മീറ്റർ ആണ്. മെർക്കുറിയെക്കാട്ടിലും കോൺസ്റ്റന്റാനിനെക്കാട്ടിലും റെസിസ്റ്റിവിറ്റി ഏതിനാ കൂടുതൽ? കാർബണിനാണ് കൂടുതൽ. അപ്പോൾ ആൻസർ ഈസ് കാർബൺ.